ഹായ്, ഞാൻ സലാവുദ്ദീൻ ലക്ഷദ്വീപിൽ നിന്നാണ്. ഞാൻ എൻ്റെ വീഡിയോകളിൽ ലക്ഷദ്വീപിലെ കാഴ്ചകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിലെ ബിത്രാദ്വീപ് എന്നുള്ള കാഴ്ചകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ബിത്രാദ്വീപ് എന്നുള്ള ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടു. അതിലധികവും ബിത്രാദ്വീപിലെ ബീച്ചുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. ബീച്ചിലെ കാഴ്ചകളെന്ന് പറയുമ്പോൾ ദിവസവും മാറി വരും. ഈ ബിത്രാദ്വീപിലെ ബീച്ചിൽ ഇന്നലെ കണ്ട കാഴ്ചയായിരിക്കില്ല നാളെ കാണുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായി ബിത്രയിലെ ബീച്ചിൽ ഇതിനു മുമ്പ് അധികം കണ്ട് പരിചയമില്ലാത്ത ഒരു തരം ജീവിനെ കണ്ടുവരുന്നുണ്ട്. അതിപ്പോൾ 3-4 ദിവസമായി ഇവിടെ ബിത്രാദ്വീപിലെ കടപ്പുറത്ത് ഈ കടലിനോട് ചേരുന്ന ഭാഗത്ത് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. അതിൽ ഈ തീരത്തെ കടലിൽ ഇങ്ങനെ ഒഴുകി നടപ്പുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആദ്യം ജെല്ലി ഫിഷ് എന്നാണ് അറിയാൻ പറ്റിയത്. പിന്നീട് കുറച്ചുകൂടെ വിശദമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ജെല്ലി ഫിഷ് അല്ല, ജെല്ലി ഫിഷിന് പോലുള്ള സ്ട്രിങ്സ് ഒന്നും അതിനില്ല. സംഭവം സാൽസ് എന്ന് പറയുന്ന ഒരു തരം ജീവിയാണ്. അത് ഇന്ത്യയിൽ അധികം കാണാറില്ല, റെയറായിട്ടേ കാണാറുള്ളൂ. ഓസ്ട്രേലിയയൊക്കെയാണ് അധികം കണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ 3-4 ദിവസം ബിത്ര കടപ്പുറത്തുണ്ട്. ചിലപ്പോൾ നാളെ വരുമ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇന്ന് നമുക്ക് സാൽസിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇതെല്ലാം സ്ലാബ്സാണ്. ഈ കാണുന്നതെല്ലാം സ്ലാബ്സാണ്. നമുക്ക് ഇത്ര അകലിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. കുറച്ചുകൂടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും, വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ കടലിൽ സ്ലാബ്സ് ഒഴുകി നടക്കുന്നത്. അല്ലെങ്കിൽ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ശരിക്കും കാണാവോ? ഇത് കയ്യിലിരുന്നിട്ടും നമുക്ക് വളരെ വ്യക്തമായിട്ട് കൈ കാണാൻ പറ്റും. നമ്മുടെ വിരലുകൾ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ഗ്ലാസ് പീസ് ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഐസ് കട്ട ഇരിക്കുന്ന പോലെ തോന്നും. ഇത് കയ്യിലിരുന്ന് കാണുന്നതിലും ഭംഗി ശരിക്കും കടലിൽ ഒഴുകി നടക്കുന്നത് കാണാനാണ്. ഇതിൻ്റെ ഒരു വശം ഓപ്പണാണ്. ആ ഓപ്പണായ ഭാഗത്തൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ട് ഇത് ബോളുകൾ പോലെയാണ് കാണപ്പെടുന്നത്. ഇത് ഒന്നിനോടൊന്ന് ജോയിൻ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. കാണാവോ? ബോൾ പോലെ വ്യക്തമായിട്ട് കാണാം നമുക്ക്. ഈ സ്ലാബ്സിന് ചിറകുകളും വാലുകളും ഇല്ല. ഇത് മൂവ് ചെയ്യുന്നത് ഇതിൻ്റെ ബോഡിയിൽ നിന്നൊരു പ്രത്യേകതരം ഫ്ലൂയിഡ് പുറന്തള്ളിയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പരസ്പരം കണക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴേ ഇതിന് ആ ബലം കിട്ടുന്നുള്ളൂ. ഇതുപോലെ പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. അതായത് ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിനെണ്ണം പരസ്പരം കണക്റ്റഡ് ആയിട്ട് കിലോമീറ്ററുകൾ ലെങ്ത്തിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത്രയും എണ്ണം ഒരുമിച്ചുണ്ടായാലേ ഇതിന് ശരിക്കും ഒഴുക്കിനെതിരെ മൂവ് ചെയ്യാനുള്ള ഒരു ബലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് ഒഴുക്കിനെതിരെ മൂവ് ചെയ്യാനുള്ള ഇതിൻ്റെ ആ ചലനശേഷി നഷ്ടപ്പെട്ടവ പിരിഞ്ഞു പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ലെങ്ത്ത് കുറഞ്ഞ് ചെറിയ പീസുകളാവും. അപ്പോൾ ഒഴുക്കിനെതിരെ മൂവ് ചെയ്യാനുള്ള ഇതിൻ്റെ ശേഷി നഷ്ടപ്പെടും. അങ്ങനെ ആകുമ്പോൾ ഒഴുക്കിനനുസരിച്ച് തിരകൾക്കൊപ്പം ഒഴുകി വന്നാണ് ഇതിപ്പോൾ ബിത്രാദ്വീപിൽ കയറിയത്. ഞങ്ങൾ ആദ്യം കാണുമ്പോൾ ഒരുപാട് ഞണ്ടുകളും പക്ഷികളും ഒക്കെ വന്ന് ബീച്ചിൽ എന്തോ കഴിക്കുന്നുണ്ടായി. അപ്പോൾ അത് എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് കാണാൻ പറ്റിയത് ബീച്ചിൽ ഇങ്ങനെ ഐസ് കട്ട പോലുള്ള കുറേ സാധനം ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ടായി. പിന്നീടാണ് മനസ്സിലായത് ഈ സ്ലാബ്സ് എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന ഈ കറുത്ത ഭാഗമില്ലേ, ഇതിൻ്റെ കണ്ണ് പോലുള്ള ഭാഗമില്ല, അത് കണ്ണുകളല്ല, ഇതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഈ ഞണ്ടുകളും പക്ഷികളും ആ ഭാഗം മാത്രം കഴിച്ചിട്ട് ഇതിൻ്റെ ജെലാറ്റിൻ ബോഡി ബീച്ചുകളിൽ ഉപേക്ഷിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ വളരെ റെയറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്ത്യയിൽ വളരെ റെയറായിട്ട് മാത്രമേ കാണപ്പെടാറുള്ളൂ. ഇത് ഓസ്ട്രേലിയയിലാണ് അധികവും കണ്ടുവരുന്നത്. അതായത് ഇന്ത്യയിൽ വളരെ റെയറായിട്ട് മാത്രം കണ്ടുവരുന്ന ഈ സാധനം നമ്മുടെ ബിത്ര കടപ്പുറത്ത് കാണാൻ പറ്റിയെന്നുള്ളത് വളരെ കൗതുകകരമായൊരു അനുഭവമാണ്. അതുപോലെ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയുമായിരുന്നു.